എന്താ ഈ B12 അത് ഇല്ലെങ്കിൽ എന്ത് കുഴപ്പം വരുമെന്നാണ് പറയണത്. ചുമ്മാ പേടിപ്പിക്കുകയാണ്, നമ്മളെ വറീഡാക്കുക. അയ്യോ എൻ്റെ ഭക്ഷണം ഈ ഇറച്ചി മീനും കഴിക്കുന്നവരോട് എന്താ പറയണേ, പണ്ട് പശുപുല്ലല്ലേ തിന്നിരുന്നത്, ഇപ്പോൾ പശുപുല്ലല്ലോ തിന്നുന്നത്, അതുകൊണ്ട് വേണ്ടത്ര കിട്ടൂല, നിങ്ങൾ ഞങ്ങളുടെ ഫുഡ് സപ്ലിമെൻ്റ് കൂടി എടുക്കണം. ആർക്കാണ് രോഗം കൂടുതൽ? പാലക്കാട്ടെ കൽപ്പാത്തിയിലുള്ള ബ്രാഹ്മണ സമൂഹത്തിനാണോ, ഇറച്ചിയും മീനും മുട്ടയും പാലും ഒക്കെ തിന്നുന്ന തിരുവനന്തപുരം നഗരവാസികൾക്കാണോ? ആർക്കാ രോഗം കൂടുതൽ? അമ്പൂരിയിലെ ജനങ്ങൾക്കാണോ, ഇവിടെ ഉറിയാക്കോട്ടെ ജനങ്ങൾക്കാണോ രോഗം കൂടുതൽ? ഇവിടെയുള്ളവർക്കാണ്. ഇവിടെയുള്ളവർക്കാണോ തിരുവനന്തപുരത്തുള്ള സിറ്റിയിലുള്ളവർക്കാണോ? സിറ്റിയിലുള്ളവർക്കാണ്. കൂടുതൽ വിവരവും വിദ്യാഭ്യാസവും ഉള്ളവരാണ് ബോംബെ താമസിക്കുന്നവർ. നമ്മളെക്കാൾ രോഗം കൂടുതലാണ്. ബോംബെക്കാരേക്കാൾ കൂടുതൽ ജാഗ്രതയുള്ളവർ, വിദ്യാസമ്പന്നരാണ് ന്യൂയോർക്കിലുള്ളവർ. ഒക്കെ രോഗികളാണ്. ദരിദ്രർ രോഗദരിദ്രരാണ്, സമ്പന്നർ രോഗസമ്പന്നരുമാണ്. കാരണം ഇതുപോലെ മരുന്ന് കമ്പനികളുടെ കെണിയിൽപ്പെട്ട് കിടക്കുകയാണ് നമ്മൾ. അവരോട് പോകാൻ പറ. നിങ്ങൾ പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന വിഭവങ്ങൾ സീസൺ അനുസരിച്ച് മാറി മാറി, സീസണൽ സാധനങ്ങൾ മാറി മാറി കഴിക്കുക. നിരവധി മൂലകങ്ങൾ നമ്മുടെ ഗട്ട് ബാക്ടീരിയകൾ ഉണ്ടാക്കുന്നതാണ്. ഇത് പലതും കൺവേർട്ട് ചെയ്യാൻ നമ്മുടെ ശരീരത്തിന്. ചോറിനെ ഗ്ലൂക്കോസായിട്ട് മാറ്റാൻ അറിയാം. അധികമുള്ള ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജനായിട്ട് ലിവറിൽ സൂക്ഷിക്കാൻ അറിയാം. ഈ ശരീരത്തിന് വലിയ കാര്യങ്ങൾ അറിയാം. ഒന്നുകൂടെ ഞാൻ പറയാം. 60 വയസ്സൊക്കെ പ്രായമുള്ളവർ, അവരുടെ ചെറുപ്പത്തിൽ കർഷക തൊഴിലാളികൾ നാട്ടിൽ ധാരാളമുണ്ട്. എന്തായിരുന്നു അവരുടെ ഭക്ഷണം? വെളുപ്പിന് നേരം പുലരുന്ന നേരത്ത് തൂമ്പയും കൊണ്ട് തമ്പ്രാൻ്റെ മുമ്പിൽ ചെല്ലണം. മണ്ണിൽ തൂമ്പ വീണ കാണാതെ ഇരുട്ട് കയറുമ്പോൾ തിരിച്ചിറങ്ങാം. ഇതായിരുന്നു പണിയുടെ ഒരു ടൈം. എന്തായിരുന്നു അവരുടെ ഭക്ഷണം? കാലത്തെ പഴങ്കഞ്ഞിയോ? അതൊക്കെ ജീവിച്ച തറവാട്ടിലുള്ളവർക്കാടോ. ഇവിടെ അത്താഴ പട്ടിണിയാണ് കിടന്നേക്കണത് പാവങ്ങൾ. പിന്നെ എവിടെ പഴങ്കഞ്ഞി ഉണ്ടാവാനാ? ഒന്നും ഉണ്ടാവില്ല. ഇനി പഴങ്കഞ്ഞി ഉണ്ടെങ്കിൽ തന്നെ അതിൽ മറ്റൊന്നും ഉണ്ടാവില്ല. കുറച്ച് കഞ്ഞിവെള്ളം മോന്തും നിന്നും കുടിച്ചിട്ട് പണിക്കിറങ്ങും. അല്ലെങ്കിൽ പച്ചവെള്ളം കുടിച്ച് പണിക്കിറങ്ങും. ധാരാളം വെള്ളം കുടിക്കും. ഉച്ച നേരത്ത് തമ്പ്രാൻ്റെ വീട്ടിൽ അവർക്ക് ആവശ്യമില്ലാത്ത എല്ലാം കൂടെ വെട്ടിക്കൂട്ടി പുഴുങ്ങി ഒരു കുന്ന് ചോറും ഈ പച്ചക്കറിയും കൂടെ കഴിക്കും. വൈകിട്ട് കുടിയിൽ ചെന്നാൽ ചോറും ഒരു ചാളയും, അല്ലെങ്കിൽ ഒരു ചമ്മന്തി, അല്ലെങ്കിൽ ഒരു മുളക്. ഇതായിരുന്നു നമ്മുടെ അധ്വാനിക്കുന്ന ജനവിഭാഗങ്ങൾ ദീർഘകാലമായി കഴിച്ചിരുന്നത്. ആർക്കായിരുന്നു ആരോഗ്യം? തിരുമേനി പോഷക ഭക്ഷണമാണ് കഴിക്കണത്. പാല് കുടിക്കണു, നെയ്യ്, മോര്, തൈര്, സാമ്പാർ, കാളൻ, എരിശ്ശേരി, ഓലൻ, പിന്നെന്താണ്, അവിയൽ, തോരൻ, പലതരം അച്ചാറ്, പപ്പടം, പഴം, പായസം. കാലത്തെ തന്നെ ഒരു ബെല്ലും ബ്രേക്കും ഇല്ലാത്ത തീറ്റക്കാണ് തിരുമേനി ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞിരുന്നത്. ഉച്ചയ്ക്കുള്ള തീറ്റ എന്ന് പറഞ്ഞാൽ തീറ്റ കഴിഞ്ഞാൽ തിരുമേനി കിടന്നങ്ങോട്ട് ഉറങ്ങുകയാണ്. അങ്ങനെ വീണു പോകുന്ന തീറ്റയെ തിന്നണത്. ഒരുറക്കം കഴിഞ്ഞ് ഓലക്കൊടി എടുത്ത് പണിക്കാർ പണിയുണ്ടോ എന്നൊക്കെ ഒന്ന് പോയി നോക്കും. 48-ാമത്തെ വയസ്സിൽ പോഷക സമ്പുഷ്ട ഭക്ഷണം കഴിച്ചിരുന്ന തിരുമേനി പാടവരമ്പത്ത് ഉരുണ്ട് വീണ് ചത്തു. ഹാർട്ട് അറ്റാക്ക്. 90-95 വയസ്സിലും തൂമ്പാപ്പണി എടുത്തിരുന്ന മനുഷ്യർ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. ചാലക്കമ്പോളത്തിൽ ആ കാലത്ത് ഇറക്കിയിരുന്ന അരിച്ചാക്ക് 100 കിലോ. ഇപ്പം 100 കിലോയുടെ അരി അവിടെ വന്നാലോ ഇറക്കൂല, സമരം നടക്കും അവിടെ. 50 കിലോ, അത് 20 കിലോ ആക്കണമെന്നാണ് ഇപ്പോഴത്തെ ഡിമാൻഡ്. അപ്പോൾ ഭക്ഷണം കൂടി, നമുക്കൊക്കെ തീറ്റ കൂടി, പക്ഷെ ആരോഗ്യം പോയി.